അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് തിരുവിതാംകൂറിലെ ചരിത്രവുമായി ബന്ധപ്പെട്ട് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ നടത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ കുറച്ച് ഹിസ്റ്ററി മാത്രമേ പഠിച്ചിട്ടുള്ളായിരുന്നു. കുറച്ച് ഇമ്പോർട്ടൻ്റ് പോയിൻറ്റും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അടുത്തിനി നോക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭാവനകൾ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ്. തെക്കൻകൂർ വടക്കൻകൂർ എന്നിവ തിരുവിതാംകൂറിനോട് ചേർത്ത ഭരണാധികാരി ആരെന്ന് വെച്ചാൽ അത് മാർത്താണ്ഡവർമ്മയാണ്. തെക്കൻകൂർ വടക്കൻകൂർ എന്നിവ തിരുവിതാംകൂറിനോട് ചേർത്ത ഭരണാധികാരി. തിരുവിതാംകൂറിൽ ആദ്യമായി മറവപ്പട എന്ന പേരിൽ സൈന്യത്തെ ഏർപ്പെടുത്തി. തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് എന്ത് ചെയ്തു? മറവപ്പട എന്ന പേരിൽ സൈന്യത്തെ ഏർപ്പെടുത്തി. തിരുവിതാംകൂറിലെ വ്യാപാര മന്ത്രി മുളകുമടിശീലക്കാർ എന്നറിയപ്പെട്ടു. അപ്പം തിരുവിതാംകൂറിലെ വ്യാപാര മന്ത്രിമാർ എന്തറിയപ്പെട്ടു? മുളകുമടിശീലക്കാർ എന്നറിയപ്പെട്ടു. കുരുമുളക്, ഉപ്പ്, പുകയില തുടങ്ങിയവയുടെ വ്യാപാരത്തിലുണ്ടായിരുന്ന കുത്തക തിരുവിതാംകൂർ സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കി. പകുതി, അതായത് വില്ലേജിനെ അടിസ്ഥാന ദേശ ഘടകമാക്കി അതിൻ്റെ ഭരണത്തിന് പ്രവൃത്തിക്കാരെ നിയമിച്ചുകൊണ്ട് ഭരണസമ്പ്രദായം പുനഃസംഘടിപ്പിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? പകുതികളെ എന്ത് ചെയ്തു? പുനഃസംഘടിപ്പിച്ചു. ഗ്രാമതലത്തിൽപ്പെടുന്ന എല്ലാ ഭരണകാര്യങ്ങളിലും ചുമതല പ്രവൃത്തിക്കാർക്കായിരുന്നു. ഗ്രാമതലത്തിൽപ്പെടുന്ന എല്ലാ ഭരണകാര്യങ്ങളുടെയും ചുമതല പ്രവൃത്തിക്കാർക്കാക്കി. പിന്നെ ഇന്നത്തെ തഹസിൽദാരുടെ പദവിയിലുള്ള കാര്യക്കാരുടെ കീഴിൽ പല പകുതികൾ ചേർത്ത് മണ്ഡപത്തും വാതുക്കൽ എന്ന ദേശീയ വിഭാഗം സംഘടിക്കപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ തഹസിൽദാരുടെ പദവിയിലുള്ളത് ആരായിരുന്നു? കാര്യക്കാരായിരുന്നു അല്ലേ? കാര്യക്കാരുടെ കീഴിൽ പല പകുതികൾ ചേർത്ത് എന്ത് ചെയ്തു? മണ്ഡപത്തും വാതുക്കൽ എന്ന ദേശീയ വിഭാഗം സംഘടിപ്പിച്ചു. മണ്ഡപത്തും വാതുക്കൽ ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്നുണ്ടാകുന്ന മണ്ഡപത്തും വാതുക്കൽ ഒരു കാര്യസ്ഥൻ്റെ കീഴിലായിരുന്നു. അപ്പോൾ ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്നുണ്ടാകുന്ന മണ്ഡപത്തും വാതുക്കൽ ആരുടെ കീഴിലായിരുന്നു? കാര്യസ്ഥൻ്റെ കീഴിലായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിനെ 20 മണ്ഡപത്തും വാതുക്കലായിട്ട് തിരിച്ചിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിനെ 20 മണ്ഡപത്തും വാതുക്കലായിട്ട് തിരിച്ചിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ സംരക്ഷണത്തിൽ മതത്തിനുണ്ടായ പുരോഗതിക്ക് സമാന്തരമായി സാഹിത്യവും കലകളും എന്ത് ചെയ്തു? വികസിക്കപ്പെട്ടു. തിരുവനന്തപുരം വൈജ്ഞാനികവും കലാപരവുമായ വ്യാപാരങ്ങളുടെ മുഖ്യരംഗമായിട്ട് തീർന്നു. അടുത്തെന്താണ്? കണ്ടെഴുത്ത്. ക്ഷേത്രക്കണക്കുകൾ കൃത്യമായി സൂക്ഷിച്ചിട്ടില്ലെന്നും നിലങ്ങളിൽ നിന്ന് പിരിച്ചു കിട്ടേണ്ട തുക ശരിയായി ശേഖരിച്ചിട്ടില്ലെന്നും മനസ്സിലാക്കിയ മാർത്താണ്ഡവർമ്മ കൊണ്ടുവന്ന ഭൂസർവേ കണ്ടെഴുത്തെന്നറിയപ്പെട്ടു. ക്ഷേത്രക്കണക്കുകൾ കൃത്യമായി സൂക്ഷിച്ചിട്ടില്ലെന്നും നിലങ്ങളിൽ നിന്ന് പിരിച്ചു കിട്ടേണ്ട തുക ശരിയായി ശേഖരിച്ചിട്ടില്ലെന്നും മനസ്സിലാക്കിയ മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തു? കൊണ്ടുവന്ന ഒരു ഭൂസർവേയാണ് കണ്ടെഴുത്ത്. ഈ ഭൂസർവേ ദേവസ്വം, ബ്രഹ്മസ്വം ഭൂമികൾക്കും ബാധകമായി. ഈ ഭൂസർവേ എന്ത് ചെയ്തു? ദേവസ്വം, ബ്രഹ്മസ്വം ഭൂമികൾക്കും ബാധകമായി. ശക്തൻ തമ്പുരാൻ കൊണ്ടുവന്ന ഭൂസർവേയാണ് കേട്ടെഴുത്ത്. അപ്പം ശക്തൻ തമ്പുരാൻ കൊണ്ടുവന്നതാണ് കേട്ടെഴുത്ത്. മാർത്താണ്ഡവർമ്മ എന്ന കൊണ്ടാണ് കണ്ടെഴുത്ത്. മാർത്താണ്ഡവർമ്മ കണ്ടെഴുത്ത്, ശക്തൻ തമ്പുരാൻ കേട്ടെഴുത്ത്. കൂത്ത്, പാടക്കം, കഥകളി, തുള്ളൽ തുടങ്ങിയ ക്ഷേത്രകലകൾ എല്ലാ രീതിയിലും പ്രോത്സാഹിപ്പിക്കപ്പെട്ടു. അപ്പം എന്ത് ചെയ്തു? കൂത്ത്, പാടകം, കഥകളി, തുള്ളൽ തുടങ്ങിയ ക്ഷേത്രകലകൾ എല്ലാ രീതിയിലും പ്രോത്സാഹിപ്പിക്കപ്പെട്ടു. ചുമർചിത്രകല ശ്രദ്ധാർഹമായ വികസനം നേടിയിരുന്നത് പത്മപുരം കൊട്ടാരത്തിലെ ചിത്രങ്ങൾക്ക് തെളിവാണ്. തിരുവിതാംകൂറിൻ്റെ വിപുലീകരണവും കേന്ദ്രീകൃത ഭരണത്തിൻ്റെ പുനഃസ്ഥാപനവും എന്ന പോലെ മതത്തിനും സാഹിത്യത്തിനും കലകൾക്കുമുണ്ടായ വികാസം മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്തെ സുസ്ഥിരമാക്കിയിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് സൈനികർക്ക് അവരുടെ സേവനകാലം മുഴുവൻ നൽകിയിരുന്ന നികുതി ഇളവാണ് ഇഴി എന്നറിയപ്പെടുന്നത്. എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ്? മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് സൈനികർക്ക് അവരുടെ സേവനകാലം മുഴുവൻ നൽകിയിരുന്ന നികുതി ഇളവാണ് ഇഴി എന്നറിയപ്പെടുന്നത്. സൈനികർക്ക് നൽകിയിരുന്ന നികുതി ഇളവാണ് ഇഴി. സൈനികർ വിരമിക്കുമ്പോൾ നൽകിയിരുന്ന പെൻഷൻ സമ്പ്രദായം ഇരയിളി അടുത്തൂൺ എന്നറിയപ്പെട്ടു. പെൻഷൻ സമ്പ്രദായം എന്തെന്നറിയപ്പെടുന്നു? ഇരയിളി അടുത്തൂൺ എന്നറിയപ്പെട്ടു. കള്ളക്കടത്ത് തടയാൻ വേണ്ടി അതിർത്തിയിൽ ചൗക്കുകൾ ഏർപ്പെടുത്തി. എന്ത് ചെയ്തു? കള്ളക്കടത്ത് തടയാൻ വേണ്ടി അതിർത്തിയിൽ ചൗക്കുകൾ ഏർപ്പെടുത്തി. അടുത്ത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപത്താണ് മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനടുത്ത്. മാർത്താണ്ഡവർമ്മയുടെ പ്രശസ്തനായ മന്ത്രിയായിരുന്നു രാമയ്യൻ ദളവ. മാർത്താണ്ഡവർമ്മയുടെ പ്രശസ്തനായ മന്ത്രിയായിരുന്നു ആര്? രാമയ്യൻ ദളവ. 1736 മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കിടന്ന് മരിച്ച കൊട്ടാരക്കര രാജാവാണ് വീരകേരളവർമ്മ. 1736 എന്ത് ചെയ്തു? മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കിടന്ന് മരിച്ച കൊട്ടാരക്കര രാജാവാണ് വീരകേരളവർമ്മ. പള്ളിയാടി മല്ലൻ ശങ്കരനായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി. അപ്പോൾ പള്ളിയാടി മല്ലൻ ശങ്കരനായിരുന്നു ആര്? മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി. പള്ളിയാടി മല്ലൻ ശങ്കരനായിരുന്നു റവന്യൂ മന്ത്രി. തിരുവിതാംകൂറിലെ വസ്തുക്കളിലെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക എന്നിങ്ങനെ 4 തരംതിരിച്ചത് പള്ളിയാടി മല്ലൻ ശങ്കരനാണ്. തിരുവിതാംകൂറിലെ വസ്തുക്കൾ എന്തൊക്കെ ചെയ്തു? ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക. ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക എന്നിങ്ങനെ 4 തിരംതിരിച്ചത് പള്ളിയാടി മല്ലൻ ശങ്കരനാണ്. പണ്ടാരവക എന്ന വാക്കിനർത്ഥം രാജ്യത്തിൻ്റെ ഭൂമി എന്നാണ്. പണ്ടാരവക എന്ന വാക്കിനർത്ഥം എന്താണ്? രാജ്യത്തിൻ്റെ ഭൂമി എന്നാണ്. മാർത്താണ്ഡവർമ്മയുമായുള്ള യുദ്ധത്തിൽ കായംകുളം രാജാവിൻ്റെ സേനയ്ക്ക് നേതൃത്വം നൽകിയത് എരുവേയിൽ അച്യുതവാര്യരാണ്. മാർത്താണ്ഡവർമ്മയുള്ള യുദ്ധത്തിൽ കായംകുളം സേനയ്ക്ക് നേതൃത്വം നൽകിയത് എരുവേയിൽ അച്യുതവാര്യരാണ്. കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചു. കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് പ്രശസ്തമായ ഗജേന്ദ്രമോക്ഷം ചുവർച്ചിത്രം സ്ഥിതി ചെയ്യുന്നത്. കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഗജേന്ദ്രമോക്ഷം ചുവർച്ചിത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് പണി കഴിപ്പിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് മതിലകൻ രേഖകൾ. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് മതിലകൻ രേഖകൾ.
അപ്പോൾ നമുക്ക് ശക്തൻ തമ്പുരാനെ കുറിച്ച് നോക്കാം. കൊച്ചിയുടെ ചരിത്രത്തിൽ ശക്തൻ തമ്പുരാൻ്റെ ഭരണകാലഘട്ടം സാമ്പത്തിക സാമൂഹ്യ വികസനത്തിൻ്റെ ഒരു യുഗമായിരുന്നു. കൊച്ചിയുടെ ചരിത്രത്തിൽ ശക്തൻ തമ്പുരാൻ്റെ ഭരണകാലഘട്ടം എന്താണ്? സാമ്പത്തിക സാമൂഹ്യ വികസനത്തിൻ്റെ യുഗമായിരുന്നു. മാർത്താണ്ഡവർമ്മ സ്വീകരിച്ച അതേ നയങ്ങൾ പ്രഭുക്കന്മാർക്കെതിരെ ശക്തൻ തമ്പുരാനും സ്വീകരിച്ചു. സമ്പന്നരായ പ്രഭുക്കന്മാരുടെ ഭൂമികൾ പിടിച്ചെടുത്തു. 18-ാം നൂറ്റാണ്ടോടെ ഭൂസർവേ ആരംഭിച്ചു. എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും ചന്തകൾ തുറന്നു. ക്ഷേത്രങ്ങൾ പുനർനിർമ്മിച്ചു. തൃശ്ശൂർ പൂരം ആരംഭിച്ചു. റോഡുകൾ, പാലങ്ങൾ, തടാകങ്ങൾ, സത്രങ്ങൾ തുടങ്ങിയ നടപ്പിലാക്കാൻ അദ്ദേഹം താൽപ്പര്യം കാണിച്ചു. കൊച്ചിയിൽ ഫ്യൂഡൽ യുഗത്തിന് അന്ത്യം കുറിച്ച അദ്ദേഹം ശക്തമായൊരു കേന്ദ്രീകൃത ഭരണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. കോവിലകത്തും വാതുക്കൾ എന്നറിയപ്പെടുന്ന വലിയ റവന്യൂ ഘടകങ്ങളായി രാജ്യത്തെ വിഭജിച്ചു. അവർ കോവിലകത്തും വാതുക്കൾ എന്നറിയപ്പെടുന്ന വലിയ റവന്യൂ ഘടകങ്ങളായി വിഭജിച്ചത് ആരാണ്? അത് നമ്മുടെ ശക്തൻ തമ്പുരാനാണ്. കോവിലകത്തും വാതുക്കളായി വിഭജിച്ചത് ശക്തൻ തമ്പുരാനാണ്. ഭരണത്തിൻ്റെ അടിസ്ഥാന ഘടകം പ്രവർത്തിക്കാരുടെ കീഴിലായിരുന്ന ഗ്രാമങ്ങളാണ്. കേന്ദ്രീകൃത നയമാണ് ശക്തൻ തമ്പുരാനും പിന്തുടരുന്നത്. ഓക്കെ, അടുത്ത് കുളച്ചിൽ യുദ്ധം നോക്കാം. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചിൽ യുദ്ധം. ഡച്ചുകാരെയാണ് പരാജയപ്പെടുത്തിയത്. ഡച്ചുകാരുടെ ആയുധബലത്തിനേറ്റ ആദ്യത്തെ ശക്തിയേറിയ ചെറുത്തുനിൽപ്പാണ് കുളച്ചിൽ യുദ്ധം. കുളച്ചിൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് 10-നാണ്. കുളച്ചിൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് 10-നാണ്. കുളച്ചിൽ യുദ്ധത്തിന് കാരണം ഡച്ചുകാർ മാർത്താണ്ഡവർമ്മയെ എതിർത്തുകൊണ്ട് 1741 മൂത്ത റാണി ഇളയടത്ത് സ്വരൂപത്തിൻ്റെ ഭരണാധിപത്യത്തിൽ ഔപചാരികമായി പ്രതിഷ്ഠിച്ചതാണ്. കാരണം എന്താണ്? ഡച്ചുകാർ മാർത്താണ്ഡവർമ്മയെ എതിർത്തുകൊണ്ട് 1741 മൂത്തറാണി ഇളയടത്ത് സ്വരൂപത്തിൻ്റെ ഭരണാധിപത്യത്തിൽ ഔപചാരികമായി പ്രതിഷ്ഠിച്ചത്. കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയെ സഹായിച്ച വിദേശികളാണ് ബ്രിട്ടീഷുകാരാണ് സഹായിച്ചത്. കുളച്ചിൽ യുദ്ധം ഡച്ചുകാരെ സംബന്ധിച്ചിടത്തോളം അത്യന്തം വിനാശകരമായിരുന്നു. കേരളം അഥവാ മലബാർ പിടിച്ചെടുക്കണമെന്ന ഡച്ചുകാരുടെ മോഹം ഇതോടെ അസ്തമിച്ചു. മാർത്താണ്ഡവർമ്മയ്ക്ക് മുൻപിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാണ് ഡിനലോയി എന്നറിയപ്പെടുന്നത്. ഡച്ച് സൈന്യാധിപനാണ് ഡിനലോയി. തിരുവിതാംകൂറിൻ്റെ സർവ്വ സൈന്യാധിപനായ വിദേശിയാണ് ഡിനലോയി. വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടത് ഡിനലോയിയാണ്. തമിഴ്നാട്ടിലെ തക്കലയ്ക്കടുത്ത് ഉദയഗിരി കോട്ടയിലാണ് ഡിനലോയിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് തമിഴ്നാട്ടിലെ തക്കലയ്ക്കടുത്താണ് ഉദയഗിരി കോട്ടയിലാണ് ഡിനലോയിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത 8-ര യോഗം എന്താണെന്ന് നോക്കാം. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണനിർവഹണ സമിതിയായിരുന്നു 8-ര യോഗം. ദേവസ്വം കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ 8 കൂറ്റിമാർക്കും ഓരോ വോട്ട് വീതവും മഹാരാജാവിന് അര വോട്ടുമാണ് ഉണ്ടായിരുന്നത്. 8-ര യോഗം കൂടുമ്പോൾ അധ്യക്ഷപദം അലങ്കരിച്ചിരുന്നത് പുഷ്പാഞ്ജലി സ്വാമിയാർ. അടുത്ത കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്ന വിക്രമാദിത്യ വരഗുണനാണ്. കേരളത്തിലെ വരഗുണൻ അശോകൻ വിക്രമാദിത്യ വരഗുണനാണ്. തിരുവിതാംകൂറിലെ അശോകൻ മാർത്താണ്ഡവർമ്മയാണ്. ദക്ഷിണേന്ത്യയിലെ അശോകൻ അമോഘവർഷനാണ്. അടുത്ത തൃപ്പടിദാനം എന്താണെന്ന് നോക്കാം. തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ താൻ വിസ്തൃതമാക്കിയ രാജ്യം തൻ്റെ കുലദൈവമായ ശ്രീപത്മനാഭന് സമർപ്പിച്ചു. ഇതാണ് തൃപ്പടിദാനം. ഇതിനുശേഷം തിരുവിതാംകൂർ രാജാക്കന്മാർ ശ്രീപത്മനാഭദാസന്മാർ എന്നറിയപ്പെടുന്നു. തൃപ്പടിദാനം നടത്തിയത് 1750 ജനുവരി 3-നാണ്. 1750 ജനുവരി 3-നാണ് തൃപ്പടിദാനം നടത്തിയത്. 1750 ജനുവരി 3-ന് 925 മകരം 5-ന് തൃപ്പടിദാനത്തിലൂടെ ദൈവം ഭൂമിയുടെ ഉടമസ്ഥനാവുകയും രാജാവ് ഭൂമിയുടെ നിയന്ത്രണനാവുകയും ചെയ്തു. രാജാവിനെതിരെ ഉയരുന്ന ഏതു തരത്തിലുള്ള കലാപങ്ങളും വിമർശനങ്ങളും ദൈവദോഷമായി പരിഗണിക്കപ്പെട്ടു. തൃപ്പടിദാനം നിർവഹിക്കുന്നതിന് മുൻപ് തന്നെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കിപ്പണിയുന്നതിനും ക്ഷേത്രഭരണം നല്ല നിലയിലാക്കുന്നതിനും അദ്ദേഹം നടപടികൾ സ്വീകരിച്ചിരുന്നു. ക്ഷേത്രത്തിൻ്റെ അറ്റകുറ്റപ്പണികളും അനുബന്ധ മന്ദിരങ്ങളുടെ നിർമ്മാണവും 1731 ആരംഭിച്ച് 1733 പൂർത്തിയായി. ഗണ്ഡകി നദീതടത്തിൽ നിന്ന് കൊണ്ടുവന്ന 12,000 സാളഗ്രാമങ്ങൾ കൊണ്ടാണ് ശ്രീപത്മനാഭസ്വാമി വിഗ്രഹം പുതുക്കി നിർമ്മിച്ചത്. AD 1566 ആരംഭിച്ച കിഴക്കേ ഗോപുരത്തിൻ്റെ നിർമ്മാണം 5-ാം നിലയോളം എത്തിയതും തൃപ്പടിദാനത്തിന് ശേഷമായിരുന്നു. 1766 ധർമ്മരാജാവാണ് രണ്ടാം തൃപ്പടിദാനം നടത്തിയത്. 1766 രണ്ടാം തൃപ്പടിദാനം നടത്തിയത്. തൃപ്പടിദാനം എന്ന കൃതി രചിച്ചത് ഉമാമഹേശ്വരിയാണ്. ഉത്തരം തരുന്ന മാർത്താണ്ഡവർമ്മയുടെ ജീവചരിത്രമാണ് തൃപ്പടിദാനം എന്ന കൃതിയിലൂടെ ഉമാമഹേശ്വരി രചിച്ചത്. ഉമാമഹേശ്വരിയാണ് തൃപ്പടിദാനം എന്ന കൃതി രചിച്ചത്. ഉത്തരം തരുന്ന മാർത്താണ്ഡവർമ്മയുടെ ജീവചരിത്രമാണ്. 1503 കോഴിക്കോട് യുദ്ധം പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ. 1504 കൊടുങ്ങല്ലൂർ യുദ്ധം കൊച്ചിയും കോഴിക്കോടും തമ്മിൽ. 1634 കണിയങ്കുളം യുദ്ധം തിരുമല നായ്ക്കറും വേണാടും തമ്മിൽ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1741 കുളച്ചിൽ യുദ്ധമാണ് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ. 1746 പുറക്കാട് യുദ്ധമാണ് മാർത്താണ്ഡവർമ്മയും കായംകുളവും തമ്മിൽ. 1754 ആനന്ദേശ്വര യുദ്ധമാണ് കൊച്ചിയും തിരുവിതാംകൂറും തമ്മിൽ. ഇതൊന്ന് വായിച്ചു വെക്കുക. 1741 കുളച്ചിൽ യുദ്ധം, 1746 പുറക്കാട് യുദ്ധം, 1754 ആനന്ദേശ്വര യുദ്ധം. അടുത്ത 8 വീട്ടിൽ പിള്ളമാരെന്താണെന്ന് നോക്കാം.
ക്ഷേത്രം വക വസ്തുക്കൾ 8 ഭാഗം ഭാഗിച്ച് കരം പിരിക്കുന്നതിനും മറ്റുമായി ഓരോ ഭാഗവും ഓരോ നായർ മാടമ്പിമാരെ ഏൽപ്പിച്ചു. ഈ നായർ മാടമ്പിമാർ 8 വീട്ടിൽ പിള്ളമാർ എന്നറിയപ്പെട്ടു. കുളത്തൂർ, കഴക്കൂട്ടം, ചെമ്പഴന്തി, കുടമൺ, പള്ളിച്ചൽ, വെങ്ങാനൂർ, രാമനാമഠം, മാർത്താണ്ഡമഠം എന്നിങ്ങനെ വ്യത്യസ്തമായ 8 ഗ്രാമങ്ങളിലെ കുടുംബക്കാരായിരുന്നു 8 വീട്ടിൽ പിള്ളമാർ. ഏതൊക്കെയാണ്? കുളത്തൂർ, കഴക്കൂട്ടം, ചെമ്പഴന്തി, കുടമൺ, പള്ളിച്ചൽ, വെങ്ങാനൂർ, രാമനാമഠം, മാർത്താണ്ഡമഠം എന്നിങ്ങനെ 8 വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. നാട് നീങ്ങിയ രാജാവിൻ്റെ പുത്രന്മാരായ പത്മനാഭൻ തമ്പിയും രാമൻ തമ്പിയും മാർത്താണ്ഡവർമ്മയുടെ സിംഹാരോഹണത്തോടനുബന്ധിച്ച് മക്കത്തായമനുസരിച്ച് തൃപ്പാപ്പൂർ സിംഹാസനത്തിന്മേൽ അവകാശവാദം ഉന്നയിച്ചു. പിള്ളമാർക്കും യോഗക്കാർക്കും പുറമെ മധുര നായ്ക്കന്മാരും അവർക്ക് പിന്തുണ നൽകി. തമ്പിമാരെ സഹായിക്കാൻ മധുര നായ്ക്കർ അയച്ച സേനയെ സേനാനായകനായ അഴകപ്പ മുതലിയാർക്ക് കൈക്കൂലി കൊടുത്ത് മാർത്താണ്ഡവർമ്മ മടക്കി അയച്ചു. 1730 മാർത്താണ്ഡവർമ്മ തമ്പിമാർക്കെതിരെ ഉറച്ച നടപടികളെടുത്തു. മാർത്താണ്ഡവർമ്മ നാഗർകോവിലായിരുന്നപ്പോൾ രാജ്യസേവകന്മാർ തമ്പിമാരെ ബന്ധനസ്ഥരാക്കി അദ്ദേഹത്തിൻ്റെ മുൻപിൽ ഹാജരാക്കി. താമസിയാതെ രാജകൽപ്പന പ്രകാരം അവർ വധിക്കപ്പെട്ടു. തമ്പിമാരുടെ അനുഭവം പിള്ളമാർക്കും അവരുടെ കൂട്ടുകാർക്കും ഉഗ്രമായൊരു താക്കീതായിരുന്നു. രാജാവിനെതിരായ ഗൂഢാലോചന നടത്തിയെന്ന കുറ്റം ചുമത്തി അവരെ തടവിലാക്കാൻ മാർത്താണ്ഡവർമ്മ കർശനമായ കൽപ്പന പുറപ്പെടുവിച്ചു. എല്ലാ കലാപകാരികളും തടവിലാക്കപ്പെട്ടു. രാജാവ് അവരോട് നിർദാക്ഷിണ്യം പെരുമാറി. അദ്ദേഹം പോറ്റിമാരെ ഉടൻ തന്നെ നാടുകടത്തുകയും പിള്ളമാരെ വധിക്കുകയും ചെയ്തു. പിള്ളമാരുടെ വസ്തുക്കൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടി. അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കി മുക്കുവർക്ക് വിറ്റു. വീടുകളെല്ലാം കുളം തോണ്ടി. മാർത്താണ്ഡവർമ്മയുടെ നിർദാക്ഷിണ്യമായ നടപടികൾ തിരുവിതാംകൂറിൽ നാടുവാഴ്ത്തത്തിൻ്റെ ജീർണപ്രസാദങ്ങളെ നിലംപരിശാക്കുകയും നാടുവാഴുന്ന രാജാവിൻ്റെ പരിരക്ഷണത്തിൽ പ്രാബല്യവും കേന്ദ്രീകൃതവുമായൊരു ഭരണത്തിൻ്റെ പുതിയ കാലഘട്ടം ഉദയം ചെയ്യുകയും ചെയ്തു. ഇതൊക്കെ ഒന്ന് വായിച്ചിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അടുത്തിനി പെടുന്ന സൂപ്പർ ഫാക്ട് എന്ന് പറയുന്ന ഭാഗമാണ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിതത് മാർത്താണ്ഡവർമ്മയാണ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണികഴിപ്പിച്ചതും മാർത്താണ്ഡവർമ്മയാണ്. ഒറ്റക്കൽ മണ്ഡപം പണികഴിപ്പിച്ച ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മ്യൂറൽ പെയിൻറ്റിംഗ് വരച്ചത് മാർത്താണ്ഡവർമ്മയാണ്. മ്യൂറൽ പെയിൻറ്റിംഗ് വരച്ച ആരാണ്? മാർത്താണ്ഡവർമ്മ. മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്നത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രമാണ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം, ഭദ്രദീപം എന്നിവ ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയാണ്. രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിനായി 6 വർഷത്തിലൊരിക്കൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടത്തിവരുന്ന ഉത്സവമാണ് മുറജപം. ഇതിൻ്റെ ചെറുചടങ്ങാണ് ഭദ്രദീപം. വർഷത്തിൽ 2 തവണ വീതം ഭദ്രദീപം നടത്തിവരുന്നു. 1750 മുതലാണ് മുറജപം ആദ്യമേ ആഘോഷിച്ചത്. 1750 മുതൽ. അപ്പോൾ ഇത്രയാണ് നമ്മൾ തിരുവിതാംകൂർ ചരിത്രത്തിൽ ആദ്യത്തെ മാർത്താണ്ഡവർമ്മയുടെ കാലം വരെ പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബാക്കി രാജാക്കന്മാരെയും കൂടി പഠിക്കും.